വൈദ്യപഥം. ആരോഗ്യം ആയുർവേദ വഴികളിലൂടെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വൈദ്യപഥത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. മഴക്കാലം പ്രകൃതിക്ക് പുനർജന്മമാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് രോഗങ്ങളുടെ കാലം കൂടിയാണ്. അന്തരീക്ഷത്തിലെ മാറ്റങ്ങളും ഈർപ്പവുമൊക്കെ പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് വഴി തുറക്കുന്നത്. എന്നാൽ പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് ആയുർവേദത്തിന്റെ വഴിയിലൂടെ ഈ മഴക്കാല രോഗങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് ഇന്നത്തെ വൈദ്യപഥത്തിൽ കേൾക്കാം. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സുൽത്താൻ ബത്തേരി ചുങ്കം ഹരിദ്ര ആയുർവേദിക്സിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഭവാനിയാണ്. മഴക്കാലത്ത് നമ്മെ പിടികൂടുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്, അവയ്ക്കുള്ള ലളിതമായ ആയുർവേദ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭവാനി, സീനിയർ കൺസൾട്ടന്റ്, ഹരിദ്ര ആയുർവേദിക്സ്, ചുങ്കം, സുൽത്താൻ ബത്തേരി. മഴക്കാലം വരവായി. കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും സമ്മതിക്കുന്നു. ആയുർവേദ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ശരീരബലം, ദഹനശക്തി എന്നിവ ഏറ്റവും കുറഞ്ഞൊരു കാലഘട്ടം, രോഗപ്രതിരോധ ശേഷി കുറയുന്ന കാലഘട്ടം, ജീവിതശൈലി രോഗങ്ങളുള്ളവർ ബുദ്ധിമുട്ടുന്ന അവസ്ഥ, രോഗതീവ്രത അവരിൽ കൂടുന്ന കാലഘട്ടം, അതുപോലെ അന്തരീക്ഷം, ജലം, വായു ഇവയൊക്കെ മലിനമാവുന്ന കാലഘട്ടം. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളുടെ വ്യാപനത്തിന് അനുയോജ്യമായ കാലം എന്നൊക്കെ മഴക്കാലത്തിനെ കണക്കാക്കാം. ഇപ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ, കഴിഞ്ഞ കോവിഡ് കാലത്ത് നമ്മുടെ ശരീര പ്രവർത്തനങ്ങളിൽ ഒരുപാട് ജൈവ രാസായനിക പ്രശ്നങ്ങൾ നേരിട്ടുള്ളതുകൊണ്ടും നാം ഈ മഴക്കാലത്ത് അത്യധികം ജാഗ്രതയോടെ ഇരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ, കുറച്ച് മുൻകരുതലുകൾ സ്വീകരിക്കുകയാണെങ്കിൽ ആയുർവേദത്തിലൂടെ മഴക്കാല രോഗങ്ങളുടെ വരവും അതിന്റെ കാഠിന്യവും നിയന്ത്രിക്കാൻ സാധിക്കും. കൊതുകുജന്യ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്നിവ മഴക്കാലങ്ങളിൽ ഉൾപ്പെടുന്നു. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ജപ്പാൻ ജ്വരം, മലേറിയ എന്നിവയൊക്കെ കൊതുകുജന്യ രോഗങ്ങളാണ്. ഇതിൽ മലേറിയ കേരളത്തിൽ കുറച്ച് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. കോളറ, വയറിളക്ക രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ്, ടൈഫോയിഡ് എന്നിവ ജലജന്യ രോഗങ്ങളാകുന്നു. വായുവിലൂടെ പകരുന്നവയാണ് പലതരം വൈറൽ പനികൾ. ഇപ്പോഴും ഇടയ്ക്ക് കോവിഡ് പനികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 97 മുതലാണ് ഡെങ്കിപ്പനി ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 തരത്തിലുണ്ട്. എന്നാലും ഈഡിസ് ഈജിപ്റ്റി വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളിൽ കൂടിയാണ് പ്രധാനമായും ഡെങ്കിപ്പനി പകരുന്നത്. ഡെങ്കിപ്പനി വന്നാൽ പൂർണ്ണമായ വിശ്രമം, ബെഡ് റെസ്റ്റ് അത്യാവശ്യമാണ്. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം എന്നിവയും പനിയുടെ പ്രതിരോധത്തിൽ പ്രധാന ഘടകങ്ങളാണ്. ഇവിടെ തുമ്മൽ, ജലദോഷം എന്നിവയൊന്നും ഉണ്ടാവണമെന്നില്ല. മഴക്കാല രോഗങ്ങളെ തടയുന്നതിൽ ഒരു പ്രധാന പങ്ക് കൊതുകു നിർമ്മാർജ്ജനത്തിന് തന്നെ. ഈ കൊതുക് കടിയേൽക്കുന്ന പകലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കൊതുകുവല ഉപയോഗിക്കുക എന്നതിൽ വലിയ കാര്യമില്ല. കൊതുകിൻ്റെ വളർച്ചയെ ഉണ്ടാക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുക തന്നെ വേണം. ചെറിയ അളവിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ശുദ്ധജലമായാൽ കൂടി അഥവാ 1 ml വെള്ളത്തിലും ഇവ മുട്ടയിട്ട് അതിൻ്റെ വളർച്ച നിയന്ത്രണാതീതമാക്കുന്നു എന്നതാണ് വസ്തുത. ഒരാഴ്ച കൊണ്ട് തന്നെ ഇത് പൂർണ്ണ വളർച്ച എത്തുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള അലങ്കാര സസ്യങ്ങൾ, മത്സ്യങ്ങൾ ഇവ വളർത്തുന്ന പാത്രങ്ങളിലെ ജലം, ഫ്രിഡ്ജിന്റെ അടിയിലുള്ള ജലം, ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ചിട്ടുള്ള പാത്രങ്ങളിലെ വെള്ളം ഇവയൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റണം. അതുപോലെ പരിസരങ്ങളിലുള്ള ചിരട്ട, ടയർ, ട്യൂബ്, തകരപാത്രങ്ങൾ, അതുപോലെ സൺഷെയ്ഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം, അതുപോലെ അഴുക്കുചാലുകൾ, കുളങ്ങൾ, കിണറുകൾ ഇവയും വൃത്തിയാക്കേണ്ടതാണ്. പരിസര ശുചിത്വം അതിപ്രധാനമാണ്. ആയുർവേദത്തിൽ കൊതുകിനെ നശിപ്പിക്കാനുള്ള ജൈവ കീടനാശിനികൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും പുകയില കഷായം. 200 ഗ്രാം പുകയില നുറുക്കി 5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ 1 ലിറ്റർ വേപ്പെണ്ണ, 50 ഗ്രാം സോപ്പ് ഇവ ചേർത്ത് തിളപ്പിച്ച് വറ്റിച്ച് 1/2 ലിറ്റർ ആക്കുക.
അതിൽ നിന്ന് കുറച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത്, അതായത് ഡയല്യൂട്ട് ചെയ്ത് കെട്ടിക്കൊടുക്കുന്ന വെള്ളത്തിൽ തളിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ പല വിധത്തിലുള്ള ധൂപന ദ്രവ്യങ്ങളും ഉണ്ട്. ധൂപനം എന്നാൽ പുകയ്ക്കുക എന്നർത്ഥം. അഷ്ടഗന്ധ ചൂർണം, അപരാജിത ധൂമചൂർണം ഇവ അതിൽ ചിലതാണ്. ഗുൽഗുലു, അകില്, വെളുത്തുള്ളി, കൊന്ന, ചെഞ്ചല്യം, മഞ്ഞൾ, വേപ്പില, കടുക്, ഇന്ദുപ്പ് ഇവ ചേർത്ത ഔഷധക്കൂട്ടുകളും പുകയ്ക്കാനായി നമ്മൾ ഉപയോഗിക്കുന്നു. ഒരാഴ്ച കൊണ്ട് ഈ കൊതുകൾ പൂർണ്ണ വളർച്ച എത്തുന്നത് കൊണ്ട് തന്നെ ഈ കൊതുകു നശീകരണത്തിനും പുകയ്ക്കുന്നതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഡ്രൈ ഡേ ആചരണം ഇവിടെ വളരെ പ്രസക്തമാണ്. ഈ ധൂപനത്തിന് ആന്റി മൈക്രോബിയൽ, ആന്റി ഫംഗൽ പ്രോപ്പർട്ടി കൂടിയുണ്ട്. അതിനാൽ തന്നെ അന്തരീക്ഷ മലിനീകരണം തടയുന്നു. രോഗപ്രതിരോധ ശേഷി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലമായതിനാൽ തന്നെ രോഗവ്യാപനവും കൂടുതലാകുന്നു. രോഗാണുക്കൾ വളരാനുള്ള സാഹചര്യം താരതമ്യേന കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനവും കൂടുതലാണ്. അതിനാൽ തന്നെ രോഗാതുരതയെ ചെറുക്കാൻ ആയുർവേദത്തിൽ ഋതുചര്യ, ദിനചര്യ ഇവയെ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ വർഷകാലചര്യ, അതായത് മഴക്കാലത്തിൽ വർഷ ഋതുവിൽ നമ്മൾ ശീലിക്കേണ്ട ആഹാര വിഹാരങ്ങളെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ശീലിക്കുകയാണെങ്കിൽ മഴക്കാല രോഗങ്ങളെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ഓരോ ഋതുക്കളിലും അനുസരിക്കുന്ന നമ്മുടെ ആഹാരവിഹാരങ്ങൾ കൃത്യമായി ശീലിക്കുകയാണെങ്കിൽ അതാതു നമുക്ക് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയും അഥവാ വന്നാൽ തന്നെ അതിൻ്റെ കാഠിന്യത്തെയും ഇല്ലാതാക്കാൻ പറ്റും. അതുപോലെ ജലജന്യ രോഗങ്ങളായ വയറിളക്കം, മഞ്ഞപ്പിത്തം, കൊളറ, ടൈഫോയിഡ് ഇവയൊക്കെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻഫ്ലുവൻസ, ജലദോഷപ്പനി, ശ്വാസകോശ രോഗങ്ങൾ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്, കോവിഡ് പോലുള്ള വൈറൽ രോഗങ്ങൾ, അലർജി കണ്ടീഷൻസ്, ആസ്മ ഇതൊക്കെ ഈ മഴക്കാലത്ത് നമ്മെ ദുരിതപൂർണമാക്കാറുണ്ട്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. ഇനി മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ആഹാര കാര്യങ്ങളെക്കുറിച്ച് പറയാം. അത്യധികം ദഹനശേഷി കുറഞ്ഞിരിക്കുന്ന ഈ ഋതുവിൽ ദഹിക്കാൻ എളുപ്പമുള്ള ലഘുവായ ആഹാരം മാത്രമേ ശീലിക്കാൻ പാടുള്ളൂ എന്ന് ആയുർവേദം പ്രത്യേകം അനുശാസിക്കുന്നു. ആഹാരം എപ്പോഴും ഹിതവും മിതവും ആയിരിക്കണം. അതോടൊപ്പം എരിവ്, കയ്പ്, ചവർപ്പ് ഇവയ്ക്ക് നിയന്ത്രണം വേണം. മാംസാഹാരം അത്ര വേണ്ട. അതിന് ഒട്ടും സാധിക്കാത്തവർ മാംസരസം പോലുള്ള സൂപ്പുകൾ, ചെറുപയർ സൂപ്പുകൾ ഇവയൊക്കെ ശീലിക്കാം. ഇവയൊക്കെ ശരീര പോഷണം നൽകുന്നതും ലഘുവുമാണ്. ചുക്ക്, വെളുത്തുള്ളി, കുരുമുളക്, മല്ലിയില ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ശീലിക്കുക. തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കുക. ഷഡംഗ പാനീയം, പഞ്ചകോലം ചേർത്ത് തിളപ്പിച്ച വെള്ളം, പഞ്ചകോലം തിളപ്പിച്ച വെള്ളത്തിൽ ഉണ്ടാക്കിയ കഞ്ഞി ഇവയൊക്കെ വളരെ നല്ലതാണ്. തിളപ്പിച്ച വെള്ളത്തിൽ പച്ചവെള്ളം മിക്സ് ചെയ്ത് കഴിക്കുന്നതും വളരെ രോഗാണുവ്യാപനത്തിന് സഹായമാണ്. അതുപോലെ ദീർഘനേരം ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കിയത്, അച്ചാറ്, അടച്ചു വയ്ക്കാത്ത ഭക്ഷണം ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. കഴിയുന്നതും പുറത്തുനിന്നുള്ള ആഹാരം, പ്രത്യേകിച്ച് മാംസാഹാരം ഒഴിവാക്കേണ്ടത് അത്യാവശ്യം തന്നെ. അതുപോലെ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ അവരവരുടെ രോഗത്തിന് അനുസൃതമായ രോഗത്തെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് വൈദ്യോപദേശം തേടി മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് പാദ സംരക്ഷണം, ത്വക്ക് സംരക്ഷണം, ഹിതമായ ഒരു എണ്ണ തേച്ച് ചൂടുവെള്ളത്തിലുള്ള കുളി, ശുചിയുള്ള ഉണങ്ങിയ വസ്ത്രം ധരിക്കൽ എന്നിവയും ശ്രദ്ധിക്കുക. മഴക്കാലത്ത് അമിതമായ അധ്വാനം പാടില്ല. പകലുറക്കം, അത്യധികം മഴ നനയൽ ഇവയും ഒഴിവാക്കണം. എന്നാൽ നമ്മുടെ ശരീരപ്രകൃതിക്കും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുമുള്ള ഇൻഡോർ വ്യായാമങ്ങളും ആയുർവേദത്തിൻ്റെ ഒരു ഭാഗമായ യോഗാസന മുറകളും പതിവായി ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ആയുർവേദം ഒരു ചികിത്സാശാസ്ത്രം മാത്രമല്ല, അത് ചിട്ടയായ ജീവിതചര്യ കൂടി അനുശാസിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ദിനചര്യ, ഋതുചര്യ എന്നിവ നമ്മെ ആരോഗ്യപൂർണമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ജലജന്യ രോഗമായ മഞ്ഞപ്പിത്തം, അതായത് ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള ധാരാളമായി
കാണുന്ന ഒരു കാലം കൂടിയാണ് മഴക്കാലം. ഇതൊരു വൈറസ് രോഗമാണ്. വ്യക്തിയുടെ മലം വെള്ളവുമായി കലർന്ന് ആ വെള്ളവുമായി സമ്പർക്കത്തിലുള്ളവർ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരിൽ അത് പകരാനുള്ള സാധ്യത കൂടുതലാണ്. തിളപ്പിച്ച വെള്ളം, ഫ്രഷായ ആഹാരം, കഴിയുന്നതും പുറത്തുനിന്നുള്ള ആഹാരം ഒഴിവാക്കുക, പ്രത്യേകിച്ചും മാംസാഹാരം. അതുപോലെ തന്നെ ഏറ്റവും ആയുർവേദത്തിൽ നമ്മൾ സ്വസ്ഥമായി ജീവിക്കാനുള്ള കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് ആഹാരം, വ്യായാമം, ഉറക്കം. ഈ മൂന്നും ആരോഗ്യ പരിപാലനത്തിന് പ്രധാന ഘടകങ്ങളാണ്. മാനസിക സംഘർഷം കാരണം ഉറക്കം ശരിയാകണമെന്നില്ല. കുട്ടികളിലെയും മുതിർന്നവരെയും യുവാക്കളെയും വീട്ടമ്മമാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഈ ഉറക്കമില്ലായ്മ. ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. ഒന്നുകൂടി പറയുന്നു, ഹിതമായിട്ടുള്ളത് മിതമായി ശീലിക്കുക. ആഹാരത്തിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളിലും അമിതമായ ആസക്തി ഒഴിവാക്കണം. ഉറങ്ങാൻ കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് രാത്രി ലഘുഭക്ഷണം കഴിക്കുക. മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഭീകര ചിത്രങ്ങൾ, സിനിമകൾ കാണുക. അതിയായ ശബ്ദം, അതിയായ വെളിച്ചം, അസ്വസ്ഥ ചിന്തകൾ എന്നിവയൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ഒഴിവാക്കുക. എരിവ്, പുളി ഇവ നിയന്ത്രിക്കുക. വൈകുന്നേരങ്ങളിൽ സ്റ്റിമുലന്റായ കാപ്പി, ചായ ഇവയുടെ ഉപയോഗം ഒഴിവാക്കുക എന്നിവയൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മലേറിയ പോലുള്ള കൊതുകുജന്യങ്ങൾ, ഒരു അനോഫിലിസ് പെൺകൊതുകുകൾ രാത്രിയാണ് ഈ രോഗം പകരുന്നത്. കൊതുകുവല ഉപയോഗിക്കുക, ജനൽ, വാതിൽ ഇവയിലൊക്കെ നെറ്റ് ഉപയോഗിച്ച് പ്രതിരോധിക്കുക എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ടൈഫോയിഡ് വെള്ളത്തിൽ കൂടി പകരുന്ന ഒരു ബാക്ടീരിയൽ രോഗമാണ്. വളരെയധികം നീണ്ടു നിൽക്കുന്ന പനിയാണ് ഇതിന്റെ പ്രത്യേകത. വൈഡ ടെസ്റ്റിൽ കൂടി ഇത് സ്ഥിരീകരിക്കാനാവുന്നു. ഇവിടെ വെള്ളത്തിന്റെ ശുചിത്വം പ്രധാനമാണ്. ഇനി ഇതൊന്നും പകർച്ചവ്യാധികളെ കൂടാതെ മഴക്കാലത്ത് പലതരം വാതരോഗങ്ങൾ, അവയുടെ വേദന, നീരവിയൊക്കെ അധികരിക്കുന്നു. ചെറിയ ചെറിയ സന്ധികളിലൂടെയുള്ള വേദന, അതുപോലെ കഴുത്ത് വേദന, നടുവേദന, മുട്ടുവേദന ഇവയൊക്കെ, അതായത് ഈ റുമാറ്റോയിഡ് സ്പെക്ട്രത്തിൽ വരുന്ന വാതവികാരങ്ങൾ, അവയുടെ തീവ്രതയൊക്കെ കൂടുന്ന ഒരു കാലമാണ്. അവയിലൊക്കെ നമ്മൾ നമ്മുടെ ഒരു കുടുംബ ഡോക്ടറെ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് അതിന് തക്കതായ ചികിത്സ, അതുപോലെ ദിനചര്യയും ക്രമീകരിക്കുക തന്നെ വേണം. ഇതുപോലെ തന്നെ പ്രധാനമാണ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, COPD, അലർജിക് പ്രശ്നങ്ങൾ, ആസ്മ പോലുള്ള രോഗങ്ങൾ. ഇവിടെയും നമ്മൾ ചികിത്സ തേടുന്നതിനോടൊപ്പം തണുത്ത ഭക്ഷണം, പാല്, തൈര് ഇവ ഒഴിവാക്കുക. ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചു തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുക എന്നിവ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ മഴക്കാലത്ത് ത്വക്ക് രോഗങ്ങൾ, ഫംഗൽ ഇൻഫെക്ഷൻസ് പോലുള്ളവ ധാരാളം കണ്ടുവരുന്നു. ഇവിടെ സോപ്പിന്റെ അമിതോപയോഗം നല്ലതല്ല. മഞ്ഞൾ, വേപ്പില ഇവയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക. ആവശ്യമെങ്കിൽ അത് അരച്ചു പുരട്ടുക. അതുപോലെ ഔഷധങ്ങളിട്ട് സംസ്കരിച്ച എണ്ണ തടവിയുള്ള കുളി ഇവയൊക്കെ നല്ലതാണ്. അതുപോലെ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ, അതുപോലെ മധുര സാധനങ്ങൾ ഇതൊക്കെ കുറയ്ക്കുന്നത് നല്ലതാണ്. നനഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. എലിപ്പനി പടരാനുള്ള സാധ്യത കൂടുതലുള്ളൊരു കാലം കൂടിയാണ് മഴക്കാലം. എലിമൂത്രവുമായി സമ്പർക്കമുള്ള വെള്ളത്തിൽ കൂടി നമ്മുടെ ശരീരത്തിൽ ഉള്ള അധികം ശ്രദ്ധിക്കാത്ത മുറിവുകളിൽ കൂടി പോലും ഈ അണുബാധ ഉണ്ടാകുന്നതാണ്. വളരെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഇത് ഗുരുതരാവസ്ഥയിലെത്തി നമ്മുടെ പ്രധാന സിസ്റ്റത്തിനെ തന്നെ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ എത്തിക്കാറുണ്ട്. വിവിധ തരം ജീവിതശൈലി രോഗങ്ങളുള്ളവർ, മുതിർന്നവർ അവരവരുടെ രോഗാവസ്ഥ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് ദിനചര്യ ക്രമീകരിക്കേണ്ടതാണ്. ഔഷധ സേവനത്തിനും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ഇനി കുട്ടികളിലെയും മുതിർന്നവരിലെയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, വൈറൽ പനികൾ, അലർജിക് പ്രശ്നങ്ങൾ ഇവയിൽ രക്ഷാകർത്താക്കൾ അതീവ ജാഗരൂകരായിരിക്കണം. അതുപോലെ തന്നെ ടിന്നിലടച്ച മധുര പാനീയങ്ങൾ, മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, മിഠായികൾ, പാല് ഇവയൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രജന്യാദി ചൂർണം, അഷ്ടചൂർണം ഇതൊക്കെ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. കഞ്ഞി, ചമ്മന്തി പോലുള്ള ലഘുവായ ഭക്ഷണങ്ങൾ ശീലമാക്കുക. പിന്നെ ചില തീവ്ര രോഗാവസ്ഥകൾ പഞ്ചകർമ്മ ചികിത്സയുടെ പ്രാധാന്യം പ്രധാനമാണ്. രോഗപ്രതിരോധത്തിന് പഞ്ചകർമ്മ ചികിത്സയുടെ പ്രാധാന്യം വളരെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളട്ടെ. വെറും ഒരു ഔഷധം കൊണ്ട് രോഗപ്രതിരോധം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല ആയുർവേദ ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. ഔഷധത്തിന്റെ കൂടെ തന്നെ ജീവിത രീതി, നമ്മുടെ ജീവിത രീതി, ആഹാരക്രമം, പരിസര ശുചിത്വം, ഉറക്കം, വ്യായാമം, മാനസികോല്ലാസം ഇതൊക്കെ ചേർന്നാലേ ഇമ്മ്യൂണോ മൊബിലൈസേഷൻ സാധ്യമാകൂ എന്നതാണ്. നന്ദി, നമസ്കാരം.
മഴക്കാല രോഗങ്ങളെക്കുറിച്ചും അവയെ ആയുർവേദത്തിലൂടെ എങ്ങനെ പ്രതിരോധിക്കാമെന്നും വളരെ ലളിതവും വ്യക്തവുമായി നമ്മോട് പങ്കുവച്ചത് സുൽത്താൻ ബത്തേരി ചുങ്കം ഹരിദ്ര ആയുർവേദിക്സിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഭവാനിയായിരുന്നു. ഈ മഴക്കാലത്ത് കൃത്യമായ ഭക്ഷണശീലങ്ങളിലൂടെയും പ്രതിരോധ മാർഗങ്ങളിലൂടെയും നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് കാത്തുസൂക്ഷിക്കാം. വൈദ്യപദത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വൈദ്യപഥം. ആരോഗ്യം ആയുർവേദ വഴികളിലൂടെ. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വയനാട് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.